ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തെരുവുനായ ശല്യത്തെ ചൊല്ലി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ തർക്കം. ABC പദ്ധതിയും പ്രതിരോധ കുത്തിവയ്പും കാര്യക്ഷമമല്ലെന്ന ആരോപണമാണ് തർക്കത്തിൽ കലാശിച്ചത്. ആദ്യം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും തമ്മിലുണ്ടായ തർക്കം പിന്നീട് രാഷ്ട്രീയമായ തർക്കമായി മാറുകയായിരുന്നു. പേവിഷബാധ ഭീതിയെ തുടർന്ന് ഒറ്റപ്പാലത്ത് 560 തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. 921 തെരുവു നായ്ക്കളുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തിയിട്ടും 560 നായ്ക്കൾക്ക് മാത്രമാണ് കുത്തിവയ്പ് എടുത്തിട്ടുള്ളൂവെന്ന് ചില പ്രതിനിധികൾ ആരോപിച്ചു. പിന്നീടായിരുന്നു തർക്കം. അമ്പലപ്പാറ പഞ്ചായത്തിലും ഇതേ ആശങ്ക നിലനിൽക്കുന്നതും പരാതി ഉയർന്നു. വേണ്ടത്ര മുന്നൊരുക്കവും ആസൂത്രണവും ഇല്ലാതെയാണ് നടപടികളെന്നും ലീഗ് പ്രതിനിധി PMA ജലീൽ ആരോപിച്ചു. നടപടികൾ കേവലം ചർച്ചകളിൽ ഒതുങ്ങുകയാണെന്ന വിമർശനവും ഉയർന്നു. നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് വിശദീകരിച്ചു. ചർച്ച തുടർന്നതോടെ അജണ്ടയില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയാനാകില്ലെന്ന വാദമുയർത്തി CPM പ്രതിനിധി S കൃഷ്ണദാസ് രംഗത്തെത്തി. അത്തരം ചോദ്യങ്ങൾ നേരത്തെ എഴുതി നൽകണമെന്നും അദ്ദേഹം വാദിച്ചു. പിന്നീടാണ് അടുത്ത വിഷയം ചർച്ചയ്ക്കെടുത്തത്. മത്സ്യത്തൊഴിലാളി ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ ആളെ കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന ആരോപണവും ഉയർന്നു. സ്കൂബ സംഘം ഉൾപ്പെടെ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 5 ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ മറുപടി നൽകി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ, തഹസീൽദാർ CM അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.